ളികളുമായി MLA-മാർ മന്ത്രിയാകാനുള്ള ആഗ്രഹം പരസ്യമാക്കുകയാണ് പലരും. പട്ടികവർഗ വകുപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ പറഞ്ഞു. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും IC ബാലകൃഷ്ണൻ വ്യക്തമാക്കി. പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് പെടുന്ന ആളുകൾ താങ്കളൊരു മന്ത്രിയായാൽ കൊള്ളാം അല്ലെങ്കിൽ മന്ത്രിയാകണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? അല്ലേ, അവർ പറയുന്നത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഓരോ സമുദായത്തിൻ്റേതോ 37ഓളം സമുദായങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അടിസ്ഥാനപരമായുള്ള പാരമ്പര്യ ജീവിത രീതികളെക്കുറിച്ചൊക്കെ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് സമയബന്ധിതമായി നിയമനിർമ്മാണത്തിൽ കൂടി നടപ്പാക്കണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹങ്ങൾ സ്വാഭാവികമായിട്ട് IC ബാലകൃഷ്ണൻ സംബന്ധിച്ച് കഴിയുമെന്നുള്ള വിശ്വാസം അവരിലുള്ളതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷെ അതിലും അപ്പുറത്ത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അച്ചടക്കമുള്ളൊരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പാർട്ടിയുടെ തീരുമാനമാണ് ഞാൻ ഏറ്റെടുക്കുക. സംസ്ഥാന നേതാവ് വിളിച്ചു പറഞ്ഞ IC താങ്കളാണ് അടുത്ത മന്ത്രി എന്നാണ് പറഞ്ഞതെന്നാണ് അറിഞ്ഞത്. ശരിയാണോ? അല്ല, അങ്ങനെ എന്നോടാരും പറഞ്ഞിട്ടില്ല. നിങ്ങളോടാരും പറഞ്ഞിട്ടുണ്ടാവും, അവർ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ടാവും. പറയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ദീപക് മോഹൻ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ചോദ്യത്തിന് ഉത്തരമായിട്ടാണോ മന്ത്രിസ്ഥാനത്തിനുള്ള മോഹം അദ്ദേഹം പ്രകടമാക്കുന്നത്? സ്മൃതി, അതായത് ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചതിൽ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്ന 2 ആളുകൾ മാത്രമാണ് കേരളത്തിൽ നിന്നുള്ളത്. അതൊന്ന് 2 ആളുകളും വയനാട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളായി മത്സരിച്ച് ജയിച്ച ആളുകളാണ്. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ നിന്ന് IC ബാലകൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്നു. ഒപ്പം മാനന്തവാടിയിൽ നിന്ന് ഉഷ വിജയനും ജയിച്ചിട്ടുണ്ട്. ഇത്തവണ 4ാം അംഗത്തിനിറങ്ങി IC ബാലകൃഷ്ണന് വലിയ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പട്ടികജാതി പട്ടിക പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിസ്ഥാനം IC ബാലകൃഷ്ണന് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ കോൺഗ്രസുകാർ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് സുൽത്താൻ ബത്തേരിയിൽ മുസ്ലിം ലീഗ് അടക്കം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വിജയിച്ചു വന്ന IC ബാലകൃഷ്ണന് മന്ത്രിസ്ഥാനം നൽകണം എന്നുള്ള രീതിയിൽ ആവശ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞുവെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രകാരമാണ് മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ തന്നെ പരിഗണിക്കണം എന്നുള്ള രീതിയിൽ IC ബാലകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ഗോത്രവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് സുൽത്താൻ ബത്തേരി മണ്ഡലം. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണയൊക്കെ തന്നെ വലിയ വികസന പ്രവർത്തനങ്ങൾ IC ബാലകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ഉന്നതികളിലേക്കൊക്കെ തന്നെ ദൈവപ്പുരകളൊക്കെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ആദിവാസി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി പദമെങ്കിലും തനിക്ക് നൽകണമെന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ചകൾ ഇപ്പോൾ കോൺഗ്രസിൽ ചൂട് പിടിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വയനാട്ടിൽ നിന്ന് ആരെ മന്ത്രിയാക്കും അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ IC ബാലകൃഷ്ണൻ ഒരു മുൻഗണന ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. നേരത്തെ ബത്തേരിയിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്നാൽ ആ രാഷ്ട്രീയ വിവാദങ്ങളെയൊക്കെ തന്നെ കവച്ചു വെച്ചുകൊണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വലിയൊരു ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് മന്ത്രിയായി അദ്ദേഹത്തെ പരിഗണിക്കും എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസുകാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്മൃതി. ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.